ആ വീഡിയോ അങ്ങോട്ട് തന്നാ ഞാൻ ശരിയാക്കി തരാം. സൗണ്ട് മ്യൂട്ടാക്കിയാണ്ട് തരാൻ പറ. മനുഷ്യനെ കൊല്ലാൻ നോക്കുന്നോടാ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് കണ്ടില്ലല്ലോ. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു. നിലം തൊട്ടില്ല, ഓട്ടായിരുന്നു ഓട്ടം. ഇപ്പൊ ഹനാൻഷാ ദമാം സീനും പിന്നെ ഈ ഇടയ്ക്ക് ഹനാൻഷായുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് എയർ പോയ അഷ്കർ ടെക്കി. നമ്മുടെ നാട്ടില് കുടുംബസംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ ഹനാൻ ഷോ. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് അഷ്കർ ടെക്കി വന്നിരുന്ന് ഹനാൻഷാന്റെ മറ്റേ മൊബൈലിലെ ലൈറ്റൊക്കെ എതിർത്ത് ചിറാപ്പുഞ്ചി മഴയത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയതാണ്. അപ്പോൾ ചിറാപ്പുഞ്ചിയും കഴിഞ്ഞ് മേഘാലയം കഴിഞ്ഞ് ആസാമും കഴിഞ്ഞ് നാഗാലാൻഡും കഴിഞ്ഞ് അങ്ങനെ എത്തിയിട്ടുണ്ടാവും മൂപ്പര്. ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഈ റൂമിലിരുന്നാലും അല്ലെങ്കിൽ ഈ പറയണ പോലെ നമുക്ക് വെളിയിലിരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഇതൊക്കെ ബേസിക് നീഡാ, ഒരു പാട്ടുകാരന്റെ ബേസിക് നീഡാ. ഇന്നിയേഴ്സ്, അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ്, മൈക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല. ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്. മനസ്സിലായ? അതിന് ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിനോ അഹങ്കാരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. പുള്ളിയുടെ ആസ് ആൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ബേസിക് റിക്വയർമെന്റ് ആണ് അതൊക്കെ. അതെങ്ങനെ അഹങ്കാരമാവും? അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ ബ്രോ? ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചിരിക്കുന്നത് DSLR. അതുകൊണ്ടാണ് DSLR. അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയുടെ ഫേസ് ക്യാം മേടിച്ച് വെച്ചാൽ പോരായിരുന്നു ബ്രോ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളത്, എല്ലാവരും ഇത്ര ഹേറ്റ് ക്യാമ്പയിൻ പുള്ളി ചിറാപ്പുഞ്ചി പാടുന്നത് ഓരോ നാട്ടിലെ ഓരോ സ്ഥലത്താണ്. റീൽ കാണുന്നവർ ഒരേ സ്ഥലത്തിരുന്ന് അത് സെയിം കണ്ടോണ്ടിരിക്കുക. പക്ഷെ പുള്ളി പോണത് പല പല സ്ഥലത്താ. അപ്പൊ അവിടെ പോകുമ്പോ ആളുടെ സ്വന്തം പാട്ട്, പുള്ളി പാടിയ പാട്ട് ചിറാപ്പുഞ്ചി ആൻഡ് ലോകയിലെ പാട്ട്, ലോക പോലെ ഇത്രയും ഹൈ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹൈ ഏണിങ്സ് ഉണ്ടാക്കിയ ഒരു ഫിലിമിൽ പാട്ട് പാടിയ ഒരു റെപ്യൂട്ടഡ് സിംഗറിന് ഇത്രയും ഹേറ്റ് ഒക്കെ കൊടുക്കേണ്ട ആവശ്യം എന്താ? ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നങ്ങോട്ട് തന്നാലോ? വേണ്ട, ആരും കാണൂല. വേണ്ടെന്നേ. ഇത് ഭയങ്കര ഒരു ഞാൻ പുള്ളിയുടെ വീഡിയോസ് നന്നായിട്ട് കാണുന്ന ഒരാളാ. ഇങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നി. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അത്രയൊന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല. ഈ ഹേറ്റ് ഒന്നും അവർ ഡിസേർവ് ചെയ്യുന്നില്ല.